പ്രണയം നിരസിച്ചതിൻ്റെ പേരിൽ ആസിഡ് അറ്റാക്ക് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുമ്പോൾ കൊലപാതകം വരെ ചെയ്യുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ആലോചിക്കാറില്ല എന്തുകൊണ്ട് ചില ആളുകൾ ഇത്ര എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യുന്നു എന്ന്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. സോ നമ്മൾ ഇതെല്ലാം വരുന്നത് ഒരു റിജക്ഷൻ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്. നമുക്ക് റിജക്ഷൻസ് എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉണ്ടാകാം അല്ലേ. അത് ഒരു റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ജോബിലായിക്കോട്ടെ, ഏതൊരു സാഹചര്യത്തിലും നമുക്ക് ഒരു റിജക്ഷൻ എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് അനുഭവിച്ചിട്ടുണ്ടാവാം. നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു രീതിയിലല്ല റിസ്പോൺസ് വരുന്നത്. അവിടെ ഒരു നോ വരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു പെർസീവ്ഡ് സെൻസ് ആയിരിക്കും. പെർസീവ്ഡ് സെൻസ് ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു റെസ്പോൺസ് നമ്മളുടെ മനസ്സിൽ എങ്ങനെയാണോ റിജക്ഷൻ വരുന്നത് അതുപോലെ തോന്നുന്നു. അങ്ങനെ ഇത് സംഭവിക്കും. പൊതുവേ നമ്മളിങ്ങനെ പ്രണയാഭ്യർത്ഥനകൾ നിരസിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ മിക്ക ആളുകളും പറയാറുള്ളത് കുറേ നാളായിട്ട് പുറകെ നടന്നു, ഞാൻ ഇത്രയും നാൾ പുറകെ നടന്നില്ലേ, എന്നിട്ട് എങ്ങനെ നോ പറയാൻ തോന്നി, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ, അപ്പോൾ എങ്ങനെ നോ പറയാൻ തോന്നി, ഞാൻ ഇത്രയും നാൾ ഫ്രണ്ടായിട്ട് കൂടെ നിന്നില്ലേ, അപ്പോൾ അത് അറിയില്ലായിരുന്നു, അപ്പോൾ എന്നെ യൂസ് ചെയ്തു, എന്നെ തേച്ചിട്ട് പോയി. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ഒരു രീതി പോവുക. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആസിഡ് അറ്റാക്ക് ഒക്കെ ഭയങ്കര എക്സ്ട്രീമായിട്ട് പോകുന്നു, മേർഡേഴ്സ് നടക്കുന്നു, കഴുത്ത് അറുത്ത് കൊന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്തിരി കാണാറുണ്ട് അല്ലേ. അതല്ലാതെ ഇതിൻ്റെ ഒരു മൈനർ ഫോമായിട്ട് അവരെക്കുറിച്ച് ബാഡ് മൗത്ത് ചെയ്യുക, വേറെ ആൾക്കാരോട് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുക, അല്ലെങ്കിൽ മോഫ് ചെയ്ത പിക്ചേഴ്സ് ചെയ്യുക, അങ്ങനെ ഒത്തിരി വേറെ രീതികളിലും ഇത് അവർ ബിഹേവ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് മാത്രം നോ എടുക്കാൻ പറ്റാത്തത്? പല റീസൺസ് ഉണ്ട്. മെയിൻലി ഇങ്ങനത്തെ ആളുകൾക്ക് ഭയങ്കര ഫ്രജൈലായിട്ടുള്ള ഒരു ഈഗോ ആയിരിക്കും. അതായത് അവരവരുടെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷനാണ് ഇതിലൂടെ നോക്കുന്നത്. അപ്പോൾ എന്നോട് നോ പറയുമ്പോൾ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി, എനിക്കൊരു സെൽഫ് വർത്ത് ഇല്ല എന്ന രീതിയിൽ ഇത് പോകുമ്പോൾ ഇത് ഇങ്ങനെ റിയാക്ട് ചെയ്യാറുണ്ട്. ചില ആൾക്കാർക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉള്ളവരുണ്ട്, ലൈക്ക് ബോർഡർ ലൈൻ ഓർ നാർസിസ്റ്റിക്. സോ അങ്ങനത്തെ ആൾക്കാരൊക്കെ ഭയങ്കര എക്സ്ട്രീമായിട്ടാണ് റിയാക്ട് ചെയ്യുക അവരോടുള്ള റിജക്ഷൻ. ചില അറ്റാച്ച്മെൻറ്റ് സ്റ്റൈൽസ് ലൈക്ക് അവോയ്ഡൻറ്റ് ഓർ ആങ്ഷ്യസ്, അവർ എക്സ്ട്രീമായിട്ട് റിയാക്ട് ചെയ്യും റിജക്ഷനോട്. അപ്പോൾ ഈ റിജക്ഷനോട് റിയാക്ട് ചെയ്യുന്നതിന് പല രീതികളുണ്ട്. ചില ആളുകൾക്ക് ഒത്തിരി ഇൻസെക്യൂരിറ്റി ഉണ്ടാവും, അവരെക്കുറിച്ച് തന്നെ അവർക്ക് എന്താ പറയുക വലിയ അപ്രിഷ്യേറ്റ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടാകും. അതിങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കുമായിരിക്കും. അപ്പോൾ ഒരാൾ റിജക്റ്റ് ചെയ്യുമ്പോൾ ഇവരിത് ഭയങ്കര ആംപ്ലിഫൈ ചെയ്താൽ കാണുന്നത്. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഇഷ്ടപ്പെടാത്ത കുറേ ഫീച്ചേഴ്സ് അത് അവർ കാണുന്നുണ്ട് എന്ന് തോന്നുമ്പോൾ ഇവർക്കിത് ഭയങ്കരമായിട്ട് ഇൻസെക്യൂരിറ്റി കൂടും. ചില ആൾക്കാർക്ക് പാസ്റ്റ് ട്രോമാസ് ഉണ്ടാവാം. ചിലപ്പോൾ കുട്ടിക്കാലത്ത് അവർക്ക് റിജക്ഷനേ നേരിടേണ്ടി വന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് അബാൻഡൻ ചെയ്ത ആൾക്കാരായിരിക്കാം. അപ്പോൾ അവർ ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് വേറൊരാളുടെ അടുത്ത് നിന്ന് ഇതെല്ലാം കിട്ടാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്ത് നടക്കുന്നവരുണ്ടാവും. പിന്നെ ഒരു കൾച്ചറൽ കണ്ടീഷനിങ് ആണ്. ആണുങ്ങൾക്ക് പെണ്ണുങ്ങളുടെ മേൽ ഒരു അധികാരമുണ്ട് എന്ന രീതിയിലുള്ള ഒരു കണ്ടീഷനിങ്, അതൊരു പേട്രിയാർക്കൽ മൈൻഡ് സെറ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ എന്നോട് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഹ്യൂമിലിയേറ്റഡ് ആവും. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടില്ലേ ചില ആളുകൾ പറയുന്നത്, ഫ്രണ്ട്സൊക്കെ കളിയാക്കുന്നു ആണുങ്ങളെ റിജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ, അല്ലാന്നുണ്ടെങ്കിൽ നീ കൊള്ളാനിട്ടാണ് അവൾ വേറെ ആളുടെ കൂടെ പോയത് എന്ന രീതിയിലുള്ള സംസാരങ്ങൾ. പിന്നെ സിനിമകളിലും മീഡിയകളിലും നമ്മൾ ഇതിന് കാണുന്ന ഒരു ഗ്ലോറിഫിക്കേഷൻ. ഇപ്പോൾ അർജുൻ റെഡ്ഡി പോലത്തെ സിനിമയിലൊക്കെ അത്രയും ക്വാളിഫൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഡോക്ടറായിട്ട് ചെന്ന് ഇത് റിജക്റ്റ് ചെയ്യുമ്പോഴേക്കും, അപ്പോൾ അത്രയും നാൾ ആൾ റിജക്ഷൻ അറിഞ്ഞിട്ടില്ല, വേണ്ടതെല്ലാം വാങ്ങിച്ചെടുക്കുവാണ്. ആ പെണ്ണിനോട് ചുമ്മാ നമ്മൾ ആ സിനിമയിൽ കാണുന്നത് പറഞ്ഞാൽ ചുമ്മാ ചെന്ന് കിസ് ചെയ്യുകയാണ്, ചുമ്മാ കൂടെ വിളിച്ചുകൊണ്ട് പോരുവാണ്. അങ്ങനെയൊക്കെയാണ് ആ റിലേഷൻഷിപ്പിൽ പോകുന്നത്. അപ്പോൾ ഒരു റിജക്ഷൻ എവിടെയെങ്കിലും വരുന്നില്ല. ഫൈനലി ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ചെല്ലുമ്പോൾ ഫാമിലി റിജക്റ്റ് ചെയ്യുന്നു. ആൾക്ക് റിജക്ഷൻ എടുക്കാൻ പറ്റില്ല. പറയുന്നുണ്ട് ബ്ലഡി സർജൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആൾ ഇത്രയും പണക്കാരനാണ്, ഞാൻ ഇതേപോലെ ഒരു ക്വാളിഫൈഡ് ഡോക്ടറാണ്, എന്നിട്ട് എന്നെ റിജക്റ്റ് ചെയ്തു. അങ്ങനെ തോന്നിയിട്ട് ആൾ ഭയങ്കര വയലൻ്റ് ആയിട്ട് ആ പെൺകുട്ടിയോട് പോലും ഭയങ്കര വയലൻ്റ് ആയിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. അതൊരു ഇമോഷണൽ റെഗുലേഷൻ ഇല്ലാത്തതിൻ്റെയാണ്. നമുക്കറിയില്ല. നമ്മൾ ഈ ഒരു ഫുൾ കാര്യങ്ങൾ റിജക്ഷൻ എടുക്കുക എന്ന് പറയാൻ അതിന് നല്ലൊരു ഇമോഷണൽ ഇൻ്റലിജൻസ് വേണം, നല്ല സെക്യൂർ ആയിരിക്കണം നമ്മളുടെ ഉള്ളിൽ തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിജക്ഷൻസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്തു, അവർ വേണ്ടാന്ന് പറയുമ്പോൾ അത് ഓക്കെ എന്ന് പറഞ്ഞ് ഇറങ്ങി പോരണം. അല്ലെങ്കിൽ എനിക്ക് എന്താണ് കുറവെന്ന് ചോദിച്ചാൽ അത് മനസ്സിലാക്കി അതൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ട് നെക്സ്റ്റ് ടൈം അത് മോഡിഫൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ തോൽവിയാണ്. അത് നമുക്ക് ഉള്ള കുറവാണ്, നമുക്ക് ആ ഒരു റിജക്ഷൻ എടുക്കാൻ പറ്റാത്തത്. ഇമോഷണലി മെച്യൂർ ആയിട്ടുള്ള ആളുകൾക്ക് ആ റിജക്ഷൻ എടുക്കാൻ പറ്റും, അവർക്കത് ബെറ്റർ ആക്കാൻ പറ്റും.
ഇപ്പോൾ വേറൊരു മൂവിയിലെ എക്സാമ്പിളാണ് ഉയരെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആസിഡ് അറ്റാക്ക് ചെയ്യുന്നത്. ആ ഒരു പവർ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നിൻ്റെ മേൽ കൺട്രോൾ ഉണ്ട്, നിന്നെ ഞാൻ അനുവദിക്കില്ല ജീവിക്കാൻ എന്ന രീതിയിൽ കാണിക്കുന്ന ആൾക്ക് കുറേ പേഴ്സണാലിറ്റി ഡിസോർഡർ ഫീച്ചേഴ്സ് നമ്മൾ കാണുന്നുണ്ട് അല്ലേ, ആ ഒരു അറ്റാക്കർ, അബ്യൂസർ. അപ്പോൾ എൻ്റെ കൺട്രോളിലല്ല നീ എന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ എൻ്റെ വരുതിയിലാക്കും, നിൻ്റെ ലൈഫ് ഞാൻ നശിപ്പിക്കും എന്നൊരു ഇൻറ്റൻഷനോട് കൂടി ചെയ്യുന്നവരുണ്ട്. അതുപോലെ ഇപ്പോൾ റിജക്ഷൻ നമുക്ക് പല രീതിയിൽ വരാം. നമ്മൾ ബാംഗ്ലൂർ ഡേയ്സ് സിനിമയിൽ കാണുമ്പോൾ ഫഹദ് ഫാസിലിൻ്റെ അടുത്ത് നിന്ന് നസ്രിയക്ക് കിട്ടുന്നത് റിജക്ഷനാണ്, ആക്സെപ്റ്റൻസ് കിട്ടുന്നില്ല, ഒരു ഇമോഷണൽ റിജക്ഷനാണ്. പക്ഷെ ആൾ മെച്യൂറായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ കാര്യം എമ്പതിയോടുകൂടി അതിനെ കണ്ട് ഹെൽപ്പ് ചെയ്യുന്നു, മറ്റേ ആൾ അക്നോളജ് ചെയ്യുന്നു ആൾക്ക് പ്രോബ്ലംസ് ഉണ്ടെന്ന്, എന്നിട്ട് അതിൽ വർക്ക് ചെയ്യുന്നു, ഈ ആൾക്ക് വർക്ക് ചെയ്യാൻ അവസരം കൊടുക്കുന്നു. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടി? നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു വാർത്ത കണ്ടാലും അതിനടിയിലുള്ള കമൻസിലൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കാണാം, വളരെ ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെ കാണാം. എന്തിനാണ് പിന്നെ കല്യാണം കഴിച്ചത്, പിന്നെ എന്തിനാണ് അങ്ങനെ ചെയ്തത്, വേറൊരാളുടെ കൂടെ പോയത് എന്തിനാണ്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ പുറകെ നടന്നിട്ട് എന്നെ തേച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും ഇൻസെക്യൂറായിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ചെറിയ കാര്യങ്ങൾ പോലും വളരെ ആംപ്ലിഫൈ ചെയ്ത് റിജക്ഷനായിട്ട് അതിനോട് എക്സ്ട്രീം റിയാക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും നേട്ടമില്ല, അവർക്കും നേട്ടമില്ല. പ്രേമം കൊണ്ട് ആരെങ്കിലും കൊല്ലുമോ? പ്രേമിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് കൊല്ലാൻ തോന്നുന്നത്? അപ്പോൾ അത് ഒരു പ്രേമമല്ല, അവിടെ വേണ്ടത് ഒരു കീഴടക്കലാണ് അവർ അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അത് അല്ല ശരിയായ രീതിയിലുള്ള റെഗുലേഷൻ. നമുക്ക് ഇതിന് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പുതിയ തലമുറയെ സ്കൂളുകളിൽ നിന്ന് തന്നെ ഇമോഷണൽ ഇൻ്റലിജൻസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെക്കുറിച്ച് പഠിപ്പിക്കുക, എങ്ങനെയാണ് ഇമോഷൻസ് വന്നാൽ റെഗുലേറ്റ് ചെയ്യുക. അതായത് നമുക്ക് വിഷമം ഉണ്ടാകാം, ദേഷ്യം വരാം, നമ്മൾ ഹ്യൂമിലിയേറ്റഡ് ആയിട്ട് തോന്നാം റിജക്ഷൻ വരുമ്പോൾ. അങ്ങനെയൊക്കെ വന്നാൽ എങ്ങനെയാണ് അതിനെ റെഗുലേറ്റ് ചെയ്യാനെന്ന് പഠിപ്പിച്ചു കൊടുക്കുക, കോപ്പിംഗ് മെക്കാനിസംസ് പഠിപ്പിച്ചു കൊടുക്കുക. നമുക്ക് എന്താ പറയുക, ജേർണലിംഗ് ആയിരിക്കാം, തെറപ്പി ആയിരിക്കാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ട്രോമ പണ്ട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ഒരു വാലിഡ് റീസൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ട്രോമ ഉണ്ടായിരുന്നെങ്കിൽ അത് ദാറ്റ് ഈസ് ബാഡ് ആൻഡ് വി ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. പക്ഷേ അതുകൊണ്ട് എനിക്ക് തോന്നിയ പോലെ ചെയ്യാമെന്നുള്ളതല്ല, അതിനുള്ള ഒരു ലൈസൻസ് അല്ല അത്. അപ്പോൾ അത് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക, തെറപ്പി എടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഞാനിങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ എന്നെ അങ്ങ് സഹിച്ചോ, ഞാനിങ്ങനെ ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു ആളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഇഷ്ടം പോയി കഴിഞ്ഞാൽ പേടിച്ച് ജീവിക്കുന്ന പോലെ ആയില്ലേ. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞാൽ ഇയാൾക്കത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടായില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആവും. അപ്പോൾ ഇങ്ങനത്തെ ആളുകളോട് വേറെ ആളുകൾ റിലേഷൻഷിപ്സോ ഫ്രണ്ട്ഷിപ്സോ വെക്കാതെയാകും. എന്താണെന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര പൊസസീവ് ആകും. ഇയാൾ ചെറുതായിട്ട് ഇപ്പോൾ ഒരു കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾ റിജക്ഷൻ ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അപ്പോൾ ആൾക്കാർ അകറ്റും നിങ്ങളെ. അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു വേർത്ത് ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകും. പിന്നെ വേണ്ടത് ജെൻഡർ ഇക്വാളിറ്റി കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക. ആണും പെണ്ണും തമ്മിൽ ആ ഒരു സുപ്പീരിയോറിറ്റി ഫീലിംഗ്, അല്ലെങ്കിൽ ഒരാളുടെ കീഴിലാണ്, മറ്റേ ആളുടെ കൺട്രോൾ ഇയാളുടെ കയ്യിലാണ്, ആൾ എന്ത് ബിഹേവ് ചെയ്താലും ആളുടെ കഴിവുകേട് കൊണ്ടാണ് എന്നൊക്കെ വിചാരിക്കാതെ കാണാതെ രണ്ടുപേരെ രണ്ട് ഇൻഡിവിജ്വൽസ് ആയിട്ട് കാണുക എന്നുള്ളതാണ്. കുഞ്ഞിലേ തന്നെ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഇമോഷൻസ് എന്താണ്, അതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യേണ്ടത്. ആണുങ്ങളായ കരയാൻ പാടില്ല, ആണുങ്ങളാണെങ്കിൽ ദേഷ്യം വരണം, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛനെ കണ്ടുപിടിക്കുക, അച്ഛനെ പോലെ അങ്ങനെ ആവണം, ഇവരുടെ താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ വീട്ടിലെ പെൺകുട്ടികളെ കൊണ്ട് വീട്ടിലെ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതെടുത്ത് കൊടുക്കുക, അത് ചെയ്യുക. അപ്പോൾ അവർ വിചാരിക്കും ഇങ്ങനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരാളാണെന്ന്, അല്ലെങ്കിൽ അമ്മ എപ്പോഴും അച്ഛൻ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെന്ന് വിചാരിക്കും. പിന്നെ ഈ സോഷ്യൽ മീഡിയ അല്ലാന്നുണ്ടെങ്കിൽ സിനിമകൾ, ഇതിലൊക്കെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്യാതെ ഇതിൻ്റെ ഇൽ എഫക്ട്സ് കാണിച്ചു കൊടുക്കുക. ഇതിനെ സപ്പോർട്ട് ചെയ്യാതെ, അതായത് ഇങ്ങനത്തെ അബ്യൂസും ഇങ്ങനത്തെ അറ്റാക്സും സപ്പോർട്ട് ചെയ്യാതെ അത് ഹെൽത്തി അല്ല എന്ന് കാണിച്ചു കൊടുത്ത് അതിൻ്റെ ഓൾട്ടർനേറ്റീവ്സ് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് സ്ട്രിക്റ്റ് ലോസ് വേണം ഇതിനെതിരായിട്ട്. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെ കോൺസിക്വൻസസ് ഉണ്ടാവണം. പിന്നെ ഈ കമൻസിലൊക്കെ അതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കമൻസും ഒക്കെ അവരെയും ആൾക്കാർ പറ്റുമെങ്കിൽ ഹെൽപ്പ് കൊടുക്കാൻ നോക്കുക. അങ്ങനത്തെ കമൻസൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു കൾട്ട് പോലെ അങ്ങ് ഉണ്ടായി വരും. എന്ന് വെച്ചാൽ നമ്മൾ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനത്തെ തന്നെ ആൾക്കാർ നിൽക്കുമ്പോൾ ഇവരുടെ ഒരു വിചാരം ഇത് തന്നെയാണ് ശരിയെന്നാണ്, അത് റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അല്ല എന്നുള്ള കാര്യങ്ങൾ കേൾക്കണം, പഠിക്കണം, എന്നാലേ ഇതൊക്കെ നന്നാവുള്ളൂ. അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. റിജക്ഷൻ സെൻസിറ്റിവിറ്റി ഉള്ള ഒരു കാര്യമാണ്. അതിന് പല റീസൺസ് ഉണ്ടാവാം. പക്ഷേ ആ റീസൺസ് മനസ്സിലാക്കി ശരിയാക്കിയില്ല എന്നുണ്ടെങ്കിൽ വേറൊരാളുടെ ജീവിക്കാനുള്ള ആ ഒരു ഹ്യൂമൻ റൈറ്റിനെയാണ് വയലേറ്റ് ചെയ്യുന്നത്. വേറൊരാളുടെ ജീവൻ ആപത്താകുന്ന തരത്തിൽ മറ്റൊരാൾക്ക്
ഒന്നും ചെയ്യാൻ അധികാരമില്ല. അപ്പോൾ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ഇമോഷണൽ മെച്യൂരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുക. ഇപ്പം നമുക്ക് ഭയങ്കര വിഷമമാണ് തോന്നുന്നത്, ഇങ്ങനെ ചെയ്യുന്നില്ല. ചില ആളുകൾക്ക് ഭയങ്കര വിഷമമായിട്ടായിരിക്കും തോന്നുന്നത്. അങ്ങനെ വിഷമം തോന്നുന്നവരുണ്ടെങ്കിൽ അത് നിങ്ങൾ ഹെൽപ്പ് എടുക്കുക. നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടാണ്. അങ്ങനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾ കാരണമല്ല മറ്റുള്ളവർ റിജക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കാശുണ്ട്, അല്ലെങ്കിൽ സൗന്ദര്യമുണ്ട്, ജോലിയുണ്ട്, ഇതൊന്നും കൊണ്ടായിരിക്കില്ല. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ആൾക്ക് മാച്ച് അല്ലായിരിക്കും, നിങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കില്ല ഉണ്ടാവുന്നത്, നിങ്ങൾ ജീവിതത്തോടുള്ള ഔട്ട്ലുക്ക് ആയിരിക്കില്ല മറ്റേ ആൾക്കുള്ളത്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അവർക്ക് വേറെ ഇഷ്ടങ്ങളോ പ്രയോറിറ്റീസോ ഉണ്ടാവാം. അതെല്ലാം കൂടെ പേഴ്സണലൈസ് ചെയ്യാതിരിക്കുക. അത്രയാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ലൈക്ക് ചെയ്യുക. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക, ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ബൈ. താങ്ക് യു.